ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ റാപ്പ് ചെയ്യാന്നുള്ള കാര്യമാണ് നോക്കിയത്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ സൈഡ് വൈസ് അല്ലെങ്കിൽ ലാറ്ററലി നമുക്ക് എങ്ങനെ പഞ്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ ആ ലാറ്ററലി നമ്മൾ അല്ലെങ്കിൽ സൈഡ് വൈസ് പഞ്ച് ചെയ്യുന്നതിൽ ചെറിയൊരു മോഡിഫിക്കേഷനും കൂടെ കൊണ്ടുവരുന്നു. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് അതിനെങ്ങനെ പെർഫെക്റ്റ്ലി നമുക്ക് ഡെലിവർ ചെയ്യാം. സൈഡ് വൈസ് നിങ്ങൾ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ആ പഞ്ച് പെർഫെക്റ്റ്ലി ഡെലിവർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരു റിവിഷൻ എന്ന രീതിയിൽ ഒന്നും കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ മൂവ് ചെയ്യുന്നത് ഇപ്പം റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ 1 2 1 2, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ 1 2 1 2. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പൊ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ച് ചെയ്യുന്ന സമയത്ത് ലെഗ് വെക്കുന്ന സമയത്ത് പഞ്ച് ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ ഫേസ് ആദ്യമുള്ള പൊസിഷനിൽ നേരെ ആയിരിക്കണം നമ്മളെ പഞ്ച് വരുന്നത്. ഇന്ന് അതിൽ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയെയും കൂടെ നിങ്ങൾ ടിൽറ്റ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഗാർഡ് അപ്പ്, കാലിനെ ഞാൻ പൊസിഷൻ മാറ്റി വെക്കുന്നു, പഞ്ച് ചെയ്യുന്നു, ബോഡി ഞാൻ സ്ലൈറ്റ്ലി എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. അഗൈൻ എൻ്റെ ഫേസ് എവിടെയാണ്? ഞാൻ ഈ ഫേസ് ഉള്ള ഒപ്പണന്റിന്റെ ഫേസ് എൻ്റെ ഫേസിനോട് സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ ആ സെയിം പൊസിഷനിലായിരിക്കണം പഞ്ച് ചെയ്യണേ. എങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ചെയ്യാം? ഒന്നുകൂടെ ഇതെങ്ങനെ ഫാസ്റ്റ് ആയി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മൾ ഇത്തരത്തിലാണ് ലാറ്ററലി അല്ലെ സൈഡ് വൈസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഞ്ച് ചെയ്യേണ്ടത്. കൂടാതെ നമ്മളെ ബോഡി പോസ്റ്ററും വരേണ്ടത്. ഇനി എന്തിന് നമ്മൾ ബോഡീനെ ടിൽറ്റ് ചെയ്യുന്നു? നമ്മളിപ്പോ ഒരു ലെഫ്റ്റിലേക്ക് ഒരാളെ നമ്മൾ സൈഡ് വൈസ് നിന്ന് പഞ്ച് ചെയ്യുന്നത്, ഇപ്പം എൻ്റെ ഒപ്പണന്റ് എൻ്റെ നേരെ 1 എന്ന പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയാളുടെ എന്ത് ചെയ്യും? അയാളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറും. ഇപ്പൊ എൻ്റെ നേരെ 1 എന്ന പഞ്ച് വന്നു. ആ പഞ്ചിനെ ഞാൻ സ്ലിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ പഞ്ചിനെ ഞാൻ ഒഴിവാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ബോഡീനെ ടിൽറ്റ് ചെയ്യും. എന്നിട്ട് അതിന് കൗണ്ടർ പഞ്ചാണ് ചെയ്യുന്നത്. ഇനി അയാൾ 2 എന്ന പഞ്ചാണ് ചെയ്യുന്നതെങ്കിലോ അയാളുടെ 2 എന്ന പഞ്ചിനെ ഞാൻ ഒഴിവാക്കുന്നു. എന്റെ ഫേസിന് നേരുന്ന പഞ്ചിനെ ഞാൻ ഒഴിവാക്കുന്നു. അഗൈൻ അതിന് കൗണ്ടർ ചെയ്യുന്നു. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ ഒരു മൂവ്മെന്റ് യൂസ് ചെയ്യുക. നമ്മളെ ഫുട് വർക്കിനും പഞ്ചിനും നമ്മൾ തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ബോക്സിങ്ങിലുണ്ട്. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്കും നിങ്ങളുടെ മൂവ്മെന്റ് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരാം.